ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നാളെ കാനഡയിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ചെയ്യേണ്ടി വന്നു 1.5 ആഴ്ചത്തേക്ക്. എൻ്റെ പാസ്പോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ട്രിപ്പ് ടു ബാംഗ്ലൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോയെന്ന്. അപ്പോൾ ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ വരുന്നതിന് 2 ദിവസം മുമ്പേ എനിക്ക് PR വന്നത്. അപ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ ട്രാവൽ വിസ ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ എൻട്രിയുടെ, അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കാനഡയിൽ പോയിട്ട് വരാൻ. ഈ PR ആയതിനു ശേഷം എൻ്റെ ട്രാവൽ വിസ ഇൻവാലിഡായി. ടെമ്പററി വിസ ഇൻവാലിഡ് ആയിട്ട് ഇനി പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡ് അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻറ്റ് ട്രാവൽ ഡോക്യുമെൻറ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം. ഇതില്ലാതെ എനിക്ക് എന്തായാലും ഇനി തിരിച്ച് കാനഡയിലേക്ക് എൻട്രി പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറ്റുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ചിലപ്പോൾ ഈ വരവ് ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആക്കി വന്നേനെ. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് PR-മായി ഇങ്ങനെ ഇതും പേപ്പറും ഇല്ലാതെയായി തിരിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ അന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കറക്റ്റ് 10 ദിവസത്തിലെത്തും. 9-ാം തീയതി കൊടുത്ത, സെപ്റ്റംബർ 9-ാം തീയതി. ഇപ്പോൾ ഡേറ്റ് ഇന്നതാ 22-ാം തീയതി, നാളെ പോകാനുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ചെയ്തു. പാസ്പോർട്ട് ഇല്ലാതെ എന്തായാലും വെളിയിൽ പോകാൻ പറ്റില്ലല്ലോ. ആര് വിചാരിച്ച് PR ആയാലും ഇത്രയും തലവേദന ആയിരിക്കുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ അവർക്ക് സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ അറിയാൻ ഉള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഇതെങ്ങനെ നോക്കിയാൽ ഈ പെണ്ണിൻ്റെ ഈ അഡ്രസ്സും മറ്റേ നമ്പറും വെച്ച് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ എൻട്രി സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ആകെ പെട്ടു. ഇന്ത്യ നിൽക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ആഗ്രഹിച്ച് നിൽക്കുന്നതിനേക്കാളും ഇപ്പോൾ എനിക്ക് ജോലി പെൻഡിങ് ആയിട്ടുണ്ട്. കൊച്ചിന് സ്കൂളിൽ പോകാനുണ്ട്. അവനും കാനഡ ഇച്ചിരി അവൻ്റെ ഹോം കൺട്രി അല്ലേ, അപ്പോൾ അവന് ഹോം സിക്കായി. അപ്പോൾ നമ്മളിതാ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പെട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും PR-ന് അപ്ലൈ ചെയ്തേക്കുകയാണെങ്കിൽ, കാനഡയിൽ PR-ന് അപ്ലൈ ചെയ്തേക്കുകയാണെങ്കിൽ PR കാർഡ് കൈ കിട്ടാതെ നാട്ടിലേക്കോ എവിടെയും പോകരുത്. അല്ലെങ്കിൽ PR കാർഡ് ട്രാവൽ ഡോക്യുമെൻ്റ് അടിക്കാതെ തിരിച്ച് ടിക്കറ്റ് എടുക്കരുത്. കാരണം എനിക്കതപ്പോൾ അബദ്ധം പറ്റി. ഞാൻ ഇവിടുന്ന് കാനഡയിൽ പോകുന്നതിന് മുമ്പേ ഏജൻസി എന്നോട് പറഞ്ഞു 45 ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതേപോലെ എടുത്തു. സമയത്ത് സാധനം വന്നതിൽ എക്സ്റ്റെൻഡ് ചെയ്ത്, പിന്നെ സമയത്ത് സാധനം വന്നതിൽ 3 തവണ ഞാൻ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് പോയത്. ഞാൻ എപ്പോൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ പോകുമ്പോഴും എനിക്ക് പണിയാണ്. ഇവനെപ്പോൾ ആണെങ്കിൽ കയറി പോകാം, അല്ലെ ഇവ അവിടുത്തെ സിറ്റിസനാണ്. പക്ഷെ ഇപ്പം ഞാൻ പോകുന്നത് ഇവനെ മാത്രമേ പറഞ്ഞു വിടാൻ പറ്റൂ. അങ്ങനെ ചെറുതായിട്ട് പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം ഭയങ്കര സ്ട്രെസ്ഡായി പോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുവിടാതെ. പിന്നെ ഇവനെ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് വീട്ടിൽ തന്നെ എന്തെങ്കിലും തൽക്കാലത്തേക്ക് ഹോം സ്കൂളിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവനും സ്കൂളിലെ ബുക്കും കാര്യങ്ങളും എല്ലാം അവിടെയാണ്. ഞാൻ അധികം ഒന്നും കൊണ്ടുവന്നില്ല. ആക്ച്വലി സെപ്റ്റംബർ 17-ാം തീയതി ആയിരുന്നു അവൻ്റെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ. അതും പോകാൻ പറ്റിയില്ല. ഇതിപ്പോൾ മറ്റേ എൻ്റെ ഡേ കെയർ പുള്ളിക്കാരത്തി സ്കൂളിൽ പോയി സംസാരിച്ചു. ഇങ്ങനെ ഇമിഗ്രേഷൻ സിറ്റുവേഷനാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഡേ കെയറിലും പ്രശ്നമാണ്. കാരണം ഡേ കെയറിൽ ഇത്രയും ദിവസം പോയില്ല എങ്കിൽ അവൻ്റെ സീറ്റ് എടുക്കും. പിന്നെ ഞാൻ മറ്റേ പുള്ളിക്കാരത്തേക്ക് പൈസ അയച്ച് അടുത്ത മാസത്തെ അടയ്ക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ മറ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു കുട്ടി ഫുൾ മാസം അവിടെ ഇല്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡേ കെയർ സബ്സിഡൈസ്ഡ് ആണ്. അപ്പോൾ ഞാനൊരു തുക കൊടുക്കും, ഗവൺമെൻറ് ഒരു തുക കൊടുക്കും. അപ്പോൾ അത്രയും ദിവസം അവിടെ ഇല്ല എങ്കിൽ ഗവൺമെൻറ് അവർക്ക് പൈസ കൊടുക്കത്തില്ല. അപ്പോൾ അവർക്ക് അത് നഷ്ടമാണ്. അപ്പോൾ ഞാൻ പക്ഷേ ഇതിപ്പോൾ 1 മാസത്തേക്ക് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ ഓക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെയും ടെൻഷനായി. ജോലിയിലും ഞാൻ കഴിഞ്ഞ ദിവസം ഇമെയിൽ അയച്ചു, ഇങ്ങനെ എൻ്റെ പാസ്പോർട്ട് ഇതുവരെ എത്തിയില്ല. ഞാൻ പാസ്പോർട്ടിൻ്റെ സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് മെയിൽ അയച്ചായിരുന്നു, ഇങ്ങനെ കുറച്ച് സമയം എടുക്കും, പക്ഷേ എന്തായാലും ഞാൻ സമയത്ത് വരുമെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നില്ല എങ്കിൽ ഞാൻ അറിയിക്കാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് അയച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്ത് വെക്കേഷൻ, എൻ്റെ മാനേജർ വെക്കേഷൻ. അപ്പോൾ എൻ്റെ മുമ്പത്തെ മാനേജറിന് വരെ ഞാൻ സാധാ മറ്റേ മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ കമ്പനിയുടെ VPN കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മെയിൽ അയക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വേറെ മെസ്സഞ്ചറിൽ കയറി, എൻ്റെ പഴയ മാനേജർ എൻ്റെ ഫ്രണ്ട് അവിടെ ആയിരുന്നു, അതിൽ കയറി അവർക്ക് മെസ്സേജ് അയച്ച് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്യാം. കാരണം ഞാൻ ജോലി ലാപ്ടോപ്പൊന്നും കൊണ്ടുവന്നില്ല. വെക്കേഷനും ലാപ്ടോപ്പും എല്ലാം പറക്കിക്കൊണ്ട് എന്തിനാണ് വരുന്നത്? അതൊന്നും കൊണ്ടുവന്നില്ല. അതും കൺട്രി വിട്ട് വെളിയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അത് യൂസ് ചെയ്യാനും പറ്റില്ല. എൻ്റെ പൊസിഷൻ ഇപ്പോൾ കൂടി നിൽക്കുക. അപ്പോൾ കൂടി പൊസിഷൻ ആകുമ്പോൾ എനിക്ക് ഒരുപാട് ആക്സസ് കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ സെക്യൂരിറ്റി മുമ്പത്തെക്കാളും ഡബിൾഡും ആയിരുന്നു. അപ്പോൾ അതും ഇല്ലാതെയായി. ഇപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ്. കുറച്ച് ദിവസം കൂടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കാം. പക്ഷെ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഡെവിനെയൊക്കെ മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു ക്ലിപ്പ് ഇടാം. അവർ രാവിലെ എണീച്ചിട്ട് എന്നോട് മിഠായി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിഠായി ഒന്നും കഴിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവന് ആള് ഡള്ളായിരിക്കുക. അപ്പോൾ ഞാൻ മിഠായി പറ്റത്തില്ല ഗ്രാൻഡ് മാ എന്ന് പറഞ്ഞ് കറന്നു തുടങ്ങി. അപ്പം പിന്നെ ഡെബിനെ വിളിച്ചപ്പോൾ ഡെബി അതിലേ പറഞ്ഞേ മിഠായി ഒന്നും രാവിലെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നേക്കാളും അവർ പറയുന്നത് ഇനി കേൾക്കുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിപ്പ് ഇടാം. So we'll see you soon. Okay, look at me. Look at me, Babu. You be a good boy. Okay. And you listen to Mom. Good boy. Oh, dear. All is good, honey. We will be good. Okay. Okay? Okay? Okay. Yeah, but you promised me you be good today and you have smiles. Good. Okay. I want to see smiles. Okay. Okay? Okay. Yeah. Okay, Mama? Okay, Debbie. We'll talk to you soon. All better now, Mama? Yeah, he's better now. Yeah. Yeah. Are you waking? Are you waking? Hey? ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞോണ്ട് അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞേ. അവനും അവിടെ ഡേ കെയർ അവൻ്റെ ഫ്രണ്ട്സൊക്കെ മിസ് ചെയ്യും. ഇവിടെ വന്നിട്ട് ഇവൻ്റെ പ്രായത്തിനുള്ള അങ്ങനെ അധികം ആരായിട്ടും കളിക്കാനൊന്നും പോകാതെ ആളിച്ചിരി ഒന്ന് ഡള്ളാണ്. ഇപ്പോൾ എന്നോട് എപ്പോഴും കളിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ ടോപ്പും പാൻറ്റും ഞാൻ മറ്റേ കോളേജിലായിരുന്നപ്പോൾ ഇട്ടുകൊണ്ട് നടന്നായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കബോർഡ് ഇരുന്ന് കണ്ടിട്ട് എടുത്തിട്ടതാണ്. ഒരു ഓർമ്മ കോളേജിൽ പിടിച്ച് പെട്ടതാ. എനിക്കറിയത്തില്ല കയറി അതുകൊണ്ട് കൊള്ളാം. അപ്പം അതൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവന് ഞാൻ കുറച്ച് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് കുറച്ച് ABC എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിച്ചു. കുറച്ച് അതായത് ട്രേസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ആക്ച്വലി ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോയിരിക്കാമായിരുന്നു. പക്ഷെ നടന്നില്ല. കാരണം ഇവനെ വെച്ച് എനിക്ക് ട്രെയിനൊന്നും കയറി പോയൊരു മടി. അല്ലാതെ അല്ലെങ്കിൽ നാളെ വല്ലതും പോയിന്റ് വരും. നാളെയോ മറ്റന്നാളോ പോകുന്നത്. അപ്പോൾ പോണ സ്ഥലത്തും ഞാൻ കാണാനിരുന്ന ആളൊന്നും ഇല്ല. അപ്പോൾ അതും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ എന്തായാലും പോകണം. ഇപ്പോൾ എന്തായാലും കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറച്ച് ഡെൻറ്റിസ്റ്റിനൊക്കെ കാണാനുണ്ടായിരുന്നു. കാനഡയിലൊക്കെ ഡെൻറ്റിസ്റ്റ് നിങ്ങളെ കാണാൻ വരരുത്. കാനഡ വരെയാണെങ്കിൽ ജോലിയിൽ എന്തൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. 1500-2000 കനേഡിയൻ ഡോളേഴ്സ് വരെ കവറാവും. അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ, അതായത് ജസ്റ്റ് അവർ വായൊക്കെ ഒന്ന് നോക്കുമ്പോൾ തന്നെ $200-300 അവർ മേടിക്കും. അതുകൊണ്ട് പല്ലെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്നേ ചെയ്തിട്ട് വന്നോ, അല്ലെങ്കിൽ വെക്കേഷന് വരുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് സമയമില്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തായാലും ഞാനിങ്ങനെ ചെറുതായിട്ട് പെട്ട് നിൽക്കുകയാണ്. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ആക്ച്വലി 1-2 ദിവസത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇരുന്നത്. പക്ഷേ 1-2 ദിവസം ചെയ്താലും പാസ്പോർട്ട് വന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഇപ്പോഴും ഡൽഹി കിടക്കും ആ സാധനം. അവർ വീട്ടിലേക്ക് ഇവിടത്തേക്ക് അയക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇങ്ങനെ കിച്ചു വെച്ചെന്ന് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഡൽഹി വഴി അവർ കോൺടാക്ട് ചെയ്യാൻ നോക്കി. ഇപ്പം ഇന്ത്യയുടെ അകത്തുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാമായിരുന്നു. ഇത് കാനഡ എംബസി ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സൈഡിൽ നിന്ന് ഇവിടെ ഇന്ത്യയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് ഇവിടെ വന്ന് ഇന്ത്യയിൽ സഹായം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് അവിടെ ഇവിടെ അറിയാവുന്ന ആൾക്കാരുടെ ഹെൽപ്പൊക്കെ ചോദിച്ച് നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാമല്ലോ. ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. 2-3 ദിവസം അത് വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ വരുമെന്ന് പറയുന്നു. വന്നാൽ മതിയായിരുന്നു. കാരണം ഇനി എക്സ്റ്റെൻഡ് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലല്ലോ, നമുക്കും അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ. അവിടെ റെൻ്റ് അടയ്ക്കണം. നമ്മുടെ അതായത് ആക്ച്വലി ഇതിൻ്റെ ലീസ് റിന്യൂവൽ സമയമായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കൂൾക്കാർക്ക് അവിടെ എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഒരു ഹോം വിസിറ്റിന് വരും. അതിനും അവർക്ക് വരാൻ പറ്റിയില്ല. അത് 27-ാം തീയതിക്ക് ഷെഡ്യൂൾ ചെയ്തായിരുന്നു. അതും ഇനി റീസ്കെഡ്യൂൾ ചെയ്യണം. അങ്ങനെ പ്രിൻസിപ്പളുമായിട്ടൊക്കെ സംസാരിച്ച് ഇപ്പോൾ ആൾ പെട്ട് നിൽക്കുക. ലിയനാണെങ്കിലും
ഇവിടെ എല്ലാം ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ ആള് ഇച്ചിരി ഒന്ന് ഇവിടെ ബോറടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിൽ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ പോണതിന് മുമ്പ് ഇനി എൻ്റെ കസിൻസിനെയും ചിന്തവനെ അവരെല്ലാവരെയും കണ്ടിട്ട് പോവാമല്ലോ. കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ. ഞാൻ എന്തായാലും 2-3 ദിവസത്തേക്കും അമ്മൂമ്മയുടെ വീട്ടിൽ നിന്നിട്ട് അവർ വരുന്നതിന് തലേ ദിവസം അവിടെ പോകും. അപ്പോൾ ഇവനറിയത്തില്ല ഇവർ വരുന്നത്. ഇവനൊരു സർപ്രൈസായി മാറട്ടെ. അതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇന്നധികം ഞാൻ എവിടെയും പോകാനൊന്നും പ്ലാനില്ല. കുറച്ച് വീട്ടിൽ തന്നെ ഇരിക്കാം. എനിക്കിവിടെ 1-2 സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്. എനിക്ക് കയറാത്ത തുണിയൊക്കെ എടുത്ത് മാറ്റി വെക്കാനുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെയിലൊക്കെ ഒന്ന് തുറന്നിട്ട് ചിലപ്പോൾ വൈകിട്ട് പാർക്കിൽ പോകും. പാർക്കിൽ പോയിട്ട് വരും. അതൊക്കെ തന്നെ, വേറെ വലുതായിട്ടൊന്നുമില്ല. അപ്പം ആര് വിചാരിച്ച് PR ആയാലും ഇങ്ങനെ തലവേദന ഉണ്ടായിരിക്കും എന്നല്ലേ? എന്താ പറയാനാ, നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്ന് മെഡിക്കലിനും ബയോമെട്രിക്കിനും ചപ്പും ചവറും എന്ന് പറഞ്ഞ് ഒരുപാട് പൈസ മേടിക്കും. പിന്നെ വർക്ക് പെർമിറ്റ് കയറുമ്പോൾ അതേപോലെ. പിന്നെ അവിടെ നിന്ന് ടെമ്പററി സംഭവം എല്ലാം ചെയ്യുമ്പോൾ അതിന് വേറെ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് തീരാറാവുന്ന ഡേറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇപ്പോൾ 3 വർഷം വിസ നിങ്ങൾ അടിക്കുമെന്ന് പറയുന്നില്ലേ, നിങ്ങളുടെ പാസ്പോർട്ട് 1 വർഷത്തേക്കേ ഉള്ളൂങ്കിൽ 1 വർഷത്തേക്ക് അടിച്ചു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. 3 വർഷം സ്റ്റേ ബാക്ക് ഒക്കെ ഉള്ള വരുന്നവരെല്ലാവരും മാക്സിമം പാസ്പോർട്ടിൽ അതിനേക്കാളും ടൈം ഉണ്ടായിരിക്കണം. അങ്ങനെ കാരണം അങ്ങനെ അവർ അടിച്ചു തരത്തുള്ളൂ. പാസ്പോർട്ട് തീരുന്നതിന് ശേഷം അവരെന്തിനാ നമുക്ക് വിസ തരുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ? നമുക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ എവിടെയൊക്കെ കറങ്ങിയിട്ട് ഞാൻ ചെന്നൈയിലൊക്കെ ഒന്ന് പോയാലോ എന്ന് ആലോചിച്ചു. കാരണം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് കൂടുതൽ ചെന്നൈയിലായിരുന്നു. പക്ഷേ മീൻസ് ഇപ്പം ഞാൻ മാത്രമാണെങ്കിൽ എപ്പോഴേ പോയേനെ, എന്തൊക്കെയൊക്കെയോ ചെയ്തേനെ. പക്ഷേ ഇവനെയും വെച്ച് പോകാൻ എല്ലായിടത്തും ഒരു മടി. ഇവനും ഇങ്ങനെ പ്ലെയിൻ കയറി ഇറങ്ങാൻ ഇവൻ്റെ ഇവിടെ വന്ന എല്ലാ റുട്ടീനും മാറി. ഇപ്പോൾ സാധാരണ അവന് രാവിലെ എണീച്ച് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. എക്സ്ക്യൂസ് മീ, അവൻ എന്നെ പോയി പല്ല് തേച്ച് അവൻ തന്നെ പോയി എല്ലാം ചെയ്ത് ബാത്റൂമിൽ പോയി എല്ലാം കഴിയുമ്പോൾ എന്നെ വിളിക്കും. അവൻ്റെ ഡ്രസ്സ് ഞാൻ റെഡിയാക്കി വെക്കും. അവൻ ഡേ കെയറിൽ പോവും, ഞാൻ ജോലിക്ക് പോവും, തിരിച്ചു വരും. ആ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. ഇവനിവിടെ വന്നിട്ട് എവിടെ പോകണു, എന്ത് ചെയ്യുന്നു, റുട്ടീനില്ല. ഒരു ദിവസം ഈ വീട്ടിൽ നിൽക്കുന്നു, ഒരു ദിവസം ആ വീട്ടിൽ നിൽക്കുന്നു, ഒരു ദിവസം പ്ലെയിനിൽ കയറി പോകുന്നു. ഇതൊക്കെ അവന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് കുറച്ചൊക്കെ ആഹാരം ഇപ്പോൾ ഇത്ര നാളവൻ കഴിക്കാത്ത പൂരി, ദോശ, മറ്റേ നാന്, പൊറോട്ട അതെല്ലാം കഴിക്കുന്നുണ്ട്. കുറച്ച് എരിവ് അവ അറിയാതെ ചോറിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം അതും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് വൈകിട്ട് അവനുമായിട്ട് പറ്റിയ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് ഇടാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവി ഫോൺ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്, അത് ഞാൻ കമ്മിങ് ഫ്രം കാനഡ എന്നുള്ള വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, ട്രിപ്പ് ടു ഇന്ത്യ. അപ്പോൾ ആ വീഡിയോയിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ അവനെ കടലിൽ ഇതിങ്ങനെ ഇരുത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് അങ്ങനെ ഇരുന്ന് കടലിൽ ഇരുന്നോന്നൊക്കെ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു അത് മാത്രമല്ല നീ എൻ്റെ കൂടെ സ്റ്റേ ഓവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ഭയങ്കര പ്ലാനിങ്. ഞാൻ അവിടെ നിന്ന് എന്നൊരു ആരും ചോദിക്കുന്നില്ലേ ഇതൊക്കെ. പക്ഷേ പുള്ളിക്കാരത്തേക്ക് അവന് അത്ര ഇഷ്ടമാണ്. അവൻ്റെ കൂടെ ഹൂസ് യു ഗ്രാൻഡ് മാന്ന് ചോദിച്ചാൽ ഡെബീനെ പറയത്തുള്ളൂ. കാരണം അവനങ്ങനെ ബ്ലഡ് റിലേഷനോ അങ്ങനെയൊന്നും അവനെ അറിയത്തില്ല. അവൻ്റെ മനസ്സിൽ അവനെ വളർത്തിയ ഒരു ഗ്രാൻഡ് മാ, അത് മറ്റേ പുള്ളിക്കാരത്തെ ഹസ്ബൻഡ് ഗ്രാൻഡ് പായും കെന്ന്, അങ്ങനെയാണ് അവൻ നോക്കി വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരത്തി എന്നെ മറ്റേ എല്ലാ ഫംഗ്ഷനും വിളിക്കും. എന്നെ അവിടെ മോളായിട്ടാണ് പറയുന്നത്. ആര് ചോദിച്ചാലും ഷീസ് മൈ ഡോട്ടർ, ഷീസ് മൈ ഗ്രാൻഡ് സൺ എന്നൊക്കെയാണ് അവരവിടെ പറയുന്നത്. അപ്പോൾ അവർ ഉള്ള ആ ഒരു ഫാമിലി ഇവന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഹോം സിക്കൊക്കെ ആയതുകൊണ്ട്. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്കും കൂടെ എനിക്ക് ഏറ്റവും ടെൻഷൻ എന്ന് വെച്ചാലേ, ഇനി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത ഡേൻ്റെ അകത്ത് പാസ്പോർട്ട് വന്നില്ലെങ്കിൽ ഞാൻ പെട്ടു, നല്ല രീതിക്ക് പെട്ടു. കാരണം ഇനി ഞാൻ ജോലിയിലൊക്കെ എന്ത് പറയും, ജോലി പോയിട്ട് ഇവനെ മറ്റേ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ പോയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2-3 വീക്സ് അവന് മിസ്സാവും. അതും ഇച്ചിരി പാടാണ്. പിന്നെ അവിടെ ഡാൻസ് ക്ലാസ്സും അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ആ ഫസ്റ്റ് പോലും പോവാതെ ഇരിക്കുമ്പോഴേ അത് അവർ പിന്നെ ക്വസ്റ്റ്യൻ മാർക്കാക്കി എടുത്തില്ലേ. നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തായാലും അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നത്. ബട്ട്
ലിയൻ വിൽ ബി വെരി എക്സൈറ്റഡ്. ഓസിയൊക്കെ എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ് ലിയനെ വന്ന് പിന്നെ കാണാൻ പറ്റും എന്നുള്ളത്. ബട്ട് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോകുമ്പോൾ വർക്ക് പെൻഡിങ് കൂടും, അത് ഉറപ്പാണ്. എനിക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ, അത്രയും പണിയില്ല. എന്നാലും പെൻഡിങ് ആവും നല്ല രീതിക്ക്. കാരണം ഇപ്പോൾ 1.5 മാസം പ്ലസ് ആ ഒരു മാസത്തെയും പണി കൂടെ ചെയ്യണ്ടേ. കുഴപ്പമില്ല. ഇവൻ പിന്നെ കൊച്ചു ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വല്ല സ്കൂളിൽ ഇച്ചിരി പ്രായമായിരുന്നെങ്കിൽ ഇപ്പം പെട്ടുപോയേനെ, അവൻ കുറേയൊക്കെ പഠിക്കണ്ടായിരുന്നില്ലേ. എന്തായാലും നമ്മൾ വീട്ടിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ബ്ലോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കുറച്ച് നാളത്തേക്കും കൂടെ ഞാൻ ഇവിടെ അവിടെയൊക്കെ തിരിഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് നാട്ടിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നിൽക്കാൻ ഉള്ള ഇതല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ യു ഓൾ ബി സേഫ്, ഹാവ് എ ഗുഡ് ഡേ.